നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ ബഹളമായിരുന്നു സി പി എമ്മുകാരുടെ വക. ഇവിടെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തെക്കുറിച്ച്, ഈ മഹാരാജ്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, ഇന്ത്യയുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുകയായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗങ്ങളടക്കമുള്ള നേതാക്കൾ. സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി പക്ഷേ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൻ്റെ ഒരു കോണിലുമില്ലെങ്കിലും ഇങ്ങനെ കേരളത്തിൽ മാത്രമുള്ളതുകൊണ്ട് കേരളത്തിലെ നേതാക്കൾ ഇങ്ങനെ വാതോരാതെ പറഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞൊരു വാചകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൈറലായിപ്പോയത്. അല്ലെങ്കിൽ ഇന്നും ആശങ്കയോടുകൂടിയും അത്ഭുതത്തോടു കൂടിയും ഇന്ത്യൻ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾ ഇന്നും ചിന്തിക്കുന്നത് അതിങ്ങനെയായിരുന്നു. അതായത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ കേരളത്തിൽ സി പി എം ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയപ്പെടുന്നത്. എത്ര വലിയ വാചകമല്ലേ! ഇതുകൂടാതെ ബി ജെ പിയെ ശക്തമായി നേരിടുവാൻ സി പി എം അംഗങ്ങൾ പാർലമെൻറ്റിൽ വേണമെന്ന് കൂടി സി പി എം കേന്ദ്രങ്ങൾ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും അതിനോടൊപ്പം ശക്തി ആർജിക്കണമെന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തിരക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കേരളത്തിലെ മറ്റ് നേതാക്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് പോയിട്ടുണ്ട് എങ്കിൽ കൂടിയും മുഖ്യമന്ത്രിക്ക് അതിനൊന്നും സമയമില്ല. അതിനൊന്നും നിൽക്കാതെ അദ്ദേഹം കുടുംബസമേതം വിദേശയാത്രയ്ക്ക് പോയിരിക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് അദ്ദേഹം പോയി. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ഏക മുഖ്യമന്ത്രിയാണ്, ആകെയുള്ള ഒരു തരിയാണ് പിണറായി വിജയൻ. കൂടാതെ പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗം. ആ സ്ഥിതിക്ക് സി പി എം പ്രതീക്ഷ വെക്കുന്ന ബംഗാളിലും ത്രിപുരയിലും അടക്കം പ്രചരണത്തിന് പോകാൻ സത്യത്തിൽ പിണറായി വിജയൻ ചെല്ലേണ്ടതാണ്. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല. ഇതിനു മുമ്പും പിണറായി ബംഗാളിൽ പ്രചരണത്തിന് പോയിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിക്കുള്ള ഏക മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ പ്രചരണത്തിന് എത്തിയില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രചരണത്തിന് വരേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരില്ലേ? ബംഗാളിൽ പ്രചരണത്തിന് വരാത്തതിൻ്റെ പേരിൽ മുമ്പ് പിണറായി പാർട്ടിക്കുള്ളിൽ ബംഗാൾ നേതാക്കളുടെ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴാരും പിണറായിയെ അങ്ങനെ വിമർശിക്കില്ല കേട്ടോ. കാരണം പിണറായിയാണ് പാർട്ടി. മുൻകാലങ്ങളിൽ മാണിക് സർക്കാരും ജ്യോതിബാസുവും അടക്കമുള്ളവർ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആ ഘട്ടത്തിലൊക്കെ പ്രചരണത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കാലം മാറിയപ്പോൾ ആ ശീലമൊക്കെ മാറി. ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിലെ തിരക്കുകൾ ഒഴിഞ്ഞിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകാൻ തയ്യാറാകുന്നില്ല. കാരണം പോളിറ്റ് ബ്യൂറോയും പാർട്ടിയും ഒക്കെ പിണറായിയാണ്. ഇതിൽ സി പി എം കേന്ദ്ര നേതൃത്വത്തിൽ പലർക്കും അതൃപ്തിയുമുണ്ട്. എന്നാൽ കോൺഗ്രസുമായി സഖ്യമുള്ള പശ്ചാത്തലത്തിലാണ് പിണറായി ബംഗാളിലടക്കം പ്രചരണത്തിന് പോകാൻ തയ്യാറാകാത്തത് എന്നതാണ് ഒരു വിഭാഗം പറഞ്ഞു പരത്തുന്നത്. അതിൽ ശരിയൊന്നുമില്ല കേട്ടോ. അതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശയാത്രയുടെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷത്ത് നിന്നിപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു തുടങ്ങുന്നത്. കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ മുരളീധരനാണ് ഇക്കാര്യത്തിൽ ആദ്യമായിട്ട് ചോദ്യമുയർത്തി രംഗത്ത് വന്നത്. അതായത് ഈ സംസ്ഥാനത്തെ ഭരണത്തലവനാണല്ലോ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്നത്. പൊതുപ്രവർത്തകർക്ക് രഹസ്യമില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്തിനാണ് പോകുന്നതെന്ന് വിശദീകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഔദ്യോഗിക യാത്രയല്ല, വെറും സ്വകാര്യ സന്ദർശനമെന്ന് പറഞ്ഞ് 3 രാജ്യങ്ങളിൽ പോകുന്നത് ഉചിതമല്ലെന്നും കാര്യം വ്യക്തമാക്കണമെന്നുമായിരുന്നു കെ മുരളീധരൻ്റെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. 16 ദിവസത്തെ വിദേശത്തെ യാത്രയ്ക്കായിട്ടാണ് മുഖ്യമന്ത്രി ദുബായിലേക്ക് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ഇവിടുന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നൊക്കെ ഇന്തോനേഷ്യയിലേക്കാണ് യാത്ര പുറപ്പെട്ടത്. ഈ മാസം 12 വരെ മുഖ്യമന്ത്രിയും കുടുംബവും ഇന്തോനേഷ്യയിൽ തുടരും. പിന്നീടുള്ള 6 ദിവസങ്ങളിൽ അദ്ദേഹം സിംഗപ്പൂരിലാകും ചിലവഴിക്കുക. 19 മുതൽ 21 വരെ UAE സന്ദർശിക്കും. തുടർന്ന് കേരളത്തിൽ മടങ്ങുമെന്നാണ് വിവരം നമുക്ക് ലഭിക്കുന്നത്. ഭാര്യയും മകൾ വീണയും മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരൊക്കെ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട്. ഔദ്യോഗിക ആവശ്യത്തിനായിട്ട് വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ചിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്ന പതിവുണ്ട്. പക്ഷേ സ്വകാര്യ സന്ദർശനമായതിനാലാണ് മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും പുറത്തു വരാത്തത്. അടുത്ത ദിവസങ്ങളിലൊക്കെ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ യാത്ര നടക്കുന്നത്. ഓഫീസിൽ കുറച്ച് ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്നുള്ള സൂചന മാത്രമാണ് ഈ സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ വിദേശയാത്ര ചെയ്യേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് എത്തുമ്പോൾ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണല്ലോ ഈ സി പി എമ്മുകാർ കേരളത്തിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയത്. ഇവിടെ ത്രിപുരയും പശ്ചിമ ബംഗാൾ കൂടി ഇങ്ങനെ ചുവക്കാം അല്ലെങ്കിൽ ചുവപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ചുവപ്പന്മാർ സഖാക്കന്മാർ ബാക്കിയുണ്ടെങ്കിൽ ആ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ പോയി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിക്കാനെങ്കിലും ചെല്ലേണ്ടതല്ലേ? പകരം ഇല്ല, ഞങ്ങൾ വരില്ല, ഞാൻ വിദേശത്ത് ഈ യാത്ര പോകുന്നു എന്ന് പറയാൻ കരുത്തുള്ള ഒരേ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. കാരണം പാർട്ടി ഞാനാണ്,
ഞാൻ തന്നെയാണ് സർവസ്വവും എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു വ്യക്തി വളരുന്നുണ്ട് എങ്കിൽ അത് ആ വ്യക്തിയുടെ കഴിവായി നിങ്ങൾ കാണരുത്. പകരം ആ വ്യക്തിയെ ഈ തരത്തിലാക്കിയെടുത്ത ഒരു സമൂഹമുണ്ടല്ലോ, ഒരു പാർട്ടിയുണ്ടല്ലോ, പാർട്ടിയുടെ അണികളുണ്ടല്ലോ, അവരുടെ കഴിവുകേടാണ് പിണറായിയെപ്പോലൊരു വ്യക്തിയെ പാർട്ടിയായും പാർട്ടി നേതാവായും മാറ്റിയതിന് പിന്നിൽ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തോന്നിയവാസം നടത്താൻ പിണറായിയെപ്പോലെ മറ്റൊരു നേതാവില്ല.